വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത് വാക്യം. നാം മനുഷ്യരുടെ കയ്യിൽ വീണുടഞ്ഞ് തകരുവാൻ ദൈവം സമ്മതിക്കില്ല. ഒരു വിശ്വാസിക്ക് ധാരാളം വെല്ലുവിളികളെ നേരിടേണ്ടി വരും. എന്നാൽ വിശ്വാസി ധൈര്യമായി പോരാടി വിജയിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത് വാക്യം. സത്യവിശ്വാസിയായി ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ പോരാട്ടങ്ങൾ ഉണ്ടാകും. ആദിമസഭയിൽ പീഡനങ്ങൾ ഉണ്ടായത് എപ്പോഴാണ്? കർത്താവ് മരിച്ചതിന് ശേഷം. കർത്താവ് അയച്ച പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലും മറ്റും ആവസിച്ച 3000 പേർ സഭയിൽ ചേർന്നപ്പോൾ പീഡനങ്ങൾ ആരംഭിച്ചു. യോഹന്നാൻ ഒഴികെ സകലരും രക്തസാക്ഷികളായി. പൗലോസ് അപ്പോസ്തലൻ സകലതും ഛേദമെന്നെ വിശ്വാസത്തിന്റെ പോർ പൊരുതി രക്തസാക്ഷിയായി ജീവന്റെ കിരീടം പ്രാപിച്ചു. സാത്താൻ അന്നും ഇന്നും ദൈവമക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ക്രിസ്തുവിന്റെ നല്ല ഭടനായി നാം ഉറച്ച വിശ്വാസത്തോടെ നല്ല പോർ പൊരുതണം. ആയതിന് കർത്താവിന്റെ സർവായുധവർഗം ധരിക്കണം. യേശുവാണ് സത്യം, യേശുവാണ് നീതി, യേശുവാണ് സമാധാനം, യേശുവാണ് വിശ്വാസം, യേശുവാണ് രക്ഷ, യേശുവാണ് വാൾ. ഈ യേശുവിനെ നാം വഹിക്കണം. ഇന്ന് യുദ്ധത്തിൽ ജയിക്കുവാൻ ധാരാളം ആധുനിക കണ്ടുപിടുത്തങ്ങളും ആധുനിക ആയുധങ്ങളും ഉണ്ടെങ്കിലും വിശ്വാസമെന്ന പരിച നാം കയ്യിലെടുക്കണം. ഈ വിശ്വാസമെന്ന പരിചയിൽ സുഷിരങ്ങൾ ഉണ്ടായാൽ ബലക്കുറവ് ഉണ്ടാകും. ബലക്കുറവ് ഉണ്ടായാൽ സാത്താൻ അതിലേക്ക് നുഴഞ്ഞു കയറുവാൻ ഇടയായിത്തീരും. ഒരുവനിൽ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിരുവെഴുത്തുകൾ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത് വാക്യം. ഒരു വിശ്വാസിക്ക് 3 തരത്തിലുള്ള പരീക്ഷ പ്രധാനമായിട്ടുണ്ട്. 1 ടെസ്റ്റ്, 2 ട്രയൽ, 3 ടെംപ്റ്റേഷൻ അഥവാ പരീക്ഷ, ശോധന, പ്രലോഭനം. ഈ 3 ഘട്ടങ്ങളെയും അതിജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു പ്രമോഷനാണ്. വിശ്വാസത്താൽ നടന്ന പത്രോസിനെ കോതമ്പ് പോലെ പാറ്റാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ച ഒരു സന്ദർഭം നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വേദവാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലും നാം പാറിപ്പോകാതെ നിൽക്കുന്നത് ദൈവീകമായ കരുതൽ കൊണ്ടാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു നിയോഗമുണ്ട്. യേശുവിനെ പലതവണ കൊല്ലുന്നതിന് പരീശന്മാർ ശ്രമിച്ചു, രാജാക്കന്മാർ ശ്രമിച്ചു, ജനം ശ്രമിച്ചു. എന്നാൽ സകല ശത്രുക്കളുടെയും നടുവിൽ കൂടി ദൈവം യേശുവിനെ ജയോത്സവമായി നടത്തി. വിശ്വാസിയായ അബ്രഹാമിന് പരീക്ഷ ഉണ്ടായി. ആ പരീക്ഷയിൽ ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് ബാല്യക്കാരനോട് താനും കുഞ്ഞും തിരിച്ചു വരുന്നത് വരെ അടിവാരത്തിൽ ഇരിക്കുവാൻ വിശ്വാസത്തോടെ അബ്രഹാം പറഞ്ഞത്. പരീക്ഷ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വലിയ പ്രമോഷനാണ് ലഭിച്ചത്. ഒരു കുഞ്ഞുണ്ടാകുമെന്ന് വാഗ്ദത്തം ലഭിച്ചവന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതിയുണ്ടായി. മാത്രമല്ല, ബഹുജാതികൾക്ക് പിതാവാകുകയും ചെയ്തു. യോബിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഇയ്യോബിനെ ശോധന ചെയ്തു. ശോധന കഴിഞ്ഞപ്പോൾ പൊന്നായി ഇയ്യോബ് പുറത്തു വന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് ഇയ്യോബ് ഉറപ്പിച്ചു പറഞ്ഞു. യേശുവിനെതിരെ സാത്താൻ കൊണ്ടുവന്നത് പ്രലോഭനങ്ങളാണ്. യേശുവിന്റെ ക്രൂശ് മരണം സംഭവിക്കാതിരിപ്പാൻ സാത്താൻ നന്നായി പോരാടി. യേശുവിന്റെ പരീക്ഷാ സമയത്ത് യേശുവിനോട് സാത്താൻ പറഞ്ഞു, വാസ്തവമായി നീ ദൈവപുത്രനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു ക്രൂശിൽ കയറാതിരിക്കുവാൻ സാത്താൻ നന്നായി ശ്രമിച്ചു. എന്നാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതച്ചു. ക്രൂശ് മരണസമയത്തും അതിലെ കടന്നുപോയവർ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 40-ാമത് വചനം. എന്നാൽ യേശു ദൈവപുത്രൻ എന്ന് സ്വർഗം തെളിയിച്ചു. സാത്താന്റെ പ്രലോഭനം തോറ്റു. ദൈവത്തിന്റെ പദ്ധതി ജയിച്ചു. മരണത്തെ തോൽപ്പിച്ച 3-ാം നാൾ ജയാളിയായി ഉയർത്തെഴുന്നേറ്റു. ജീവിതത്തിൽ നമ്മെ പാറ്റിക്കളയുവാൻ സാത്താൻ എപ്പോഴും ശ്രമിക്കും. എത്രയോ തവണ സാത്താൻ അതിന് ശ്രമിച്ചു പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. കർത്താവിന്റെ സർവായുധവർഗം ധരിച്ച്
കർത്താവിന്റെ ധീര പടയാളിയായി വിശ്വാസപ്പോർ പൊരുതി ഓട്ടം തികച്ച് നീതിയുടെ കിരീടത്തിനായി നമുക്കും കാത്തിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com